പാണ്ഡ്യാല ഷാജി എന്ന് പറയുന്ന ഒരാളുണ്ട്, ഒരു വിദ്വാൻ, കണ്ണൂരില്, പിണറായി വിജയന്റെ അയൽവാസിയാണ്. അയാളെ ചവിട്ടി ചവിട്ടി അടിക്കാത്തയും കുത്താത്തയും വേദനിപ്പിക്കാത്തയും സ്ഥലമില്ല. എത്ര മാരകമായിട്ടാണ് അയാൾ ആക്രമിച്ചതെന്ന് അറിയോ? ഈ പാണ്ഡ്യാല ഷാജിയുടെ അച്ഛനാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകനെ കണ്ടെത്തി അയാളെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കി പിന്നെ MLA ആക്കി വളർത്തിക്കൊണ്ടുവരുന്നത്. ഇയാൾക്ക് ഇഷ്ടായില്ല. എന്നിട്ട് രണ്ടുപേരെ ഇയാൾ ഹയർ ചെയ്തിട്ട് ഇവനെ കള്ളുകുടിയനാക്കി മാറ്റാൻ ശ്രമം നടത്തി. ഇവൻ നിരന്തരമായി കള്ളു കുടിക്കുന്നു. അതിനിടയില് ധനേഷ് എന്ന് പറയുന്ന ഒരു CPM-കാരൻ കൊല്ലപ്പെടുന്നു. എവിടെയാണ്? മീൻകുന്ന് ഭാഗത്ത്. എന്റെ മണ്ഡലാണ്, ഞാൻ കാണാറുണ്ട്. അവിടെ ഇപ്പോഴും ആ പ്രതിഭ ഉണ്ട്. ഈ ധനേഷിനെ കൊന്നത് RSS എന്നാണ് ഭാഷ്യം. പക്ഷേ സന്ദീപുമായുള്ള ആത്മബന്ധമാണെന്ന വേറെ വർത്തമാനവും ഉണ്ട്. എന്നാൽ ഈ സന്ദീപിനെ കള്ളു കൊടുത്ത് ഒരു ദിവസം കള്ളിൽ വിഷം വന്ന് സന്ദീപ് മരിച്ചു. കള്ളിൽ വിഷം കൊടുത്ത് സന്ദീപിന്റെ ബോഡി രാവിലെ 10 മണിക്ക് അയാളുടെ വീട്ടിൽ നിന്ന് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമം തുടങ്ങുമ്പോ നിങ്ങൾ മനസ്സിലാക്കണം, പോസ്റ്റ്മോർട്ടമല്ല, പോലീസ് അന്വേഷണമല്ല, കൊണ്ടുപോകാൻ നോക്കുമ്പോ ഈ പറഞ്ഞ പെൺകുട്ടി സ്വന്തം കൈയും കാലും എങ്ങനെയോ കസേരയിൽ കെട്ടിയിട്ട് ദേഹത്ത് തീ കൊളുത്തി മരിച്ചതായി കണ്ടു. അവളും മരിച്ചു. ഒരു ദിവസം രാവിലെ 10 മണിക്കാണ് ഈ നേതാവിന്റെ മകള് മരിക്കുന്നത്. ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഈ നേതാവിന്റെ മകളെ പ്രേമിച്ച സന്ദീപിന് കള്ളു കൊടുത്ത് കൊല്ലാൻ വേണ്ടി പറഞ്ഞു വിട്ട രണ്ടുപേര് കൊല്ലാൻ വേറെ ആൾക്ക് കൊട്ടേഷൻ കൊടുത്തു. തലമുതിർന്ന കണ്ണൂരിലെ CPM-ന്റെ നേതാവ്. ഞാൻ അവിടെ 10 കൊല്ലം MLA ആളാണ്. ഈ പറയുന്നത് ആ മുമ്പ് 2 ചാനൽ സ്പീക്കർ എന്നിട്ട് റെക്കോർഡ് ചെയ്യാണ്. ആൺകുട്ടികളാണെങ്കിൽ എന്റെ പേരിൽ ഒരു കേസ് കൊടുക്ക്, ബാക്കി ഞാൻ പറഞ്ഞുതരാം. നമസ്കാരം. മുസ്ലിം ലീഗ് നേതാവ് KM ഷാജിയെ എല്ലാവർക്കും ഏറെ ഇഷ്ടമാണ്. അതിനു കാരണം അദ്ദേഹം പറയുന്ന നിലപാടുകളാണ്. അദ്ദേഹത്തിന് കൃത്യമായ ഒരു നിലപാട് എല്ലാ കാര്യത്തിലുമുണ്ട്. അത് എവിടെയും ആരുടെ മുന്നിലും പറയാൻ അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല. ആരുടെ മുമ്പിലും തലകുനിക്കാതെ നട്ടെല്ല നിവർത്തി നിന്ന് അദ്ദേഹം അത് തുറന്നടിച്ച് പറയുക തന്നെ ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-നുമെതിരെ എന്നും ആഞ്ഞടിച്ചിട്ടുള്ള നാവ് തന്നെയാണ് KM ഷാജിയുടേത്. അതുകൊണ്ട് തന്നെയാണല്ലോ അദ്ദേഹത്തിന്റെ എല്ലാ പ്രസംഗങ്ങളും ഇത്രമേൽ ആളുകളെ ഹരം കൊള്ളിക്കുന്നതും കയ്യടികൾ ഏറ്റുവാങ്ങുന്നതും വീണ്ടും വീണ്ടും ചർച്ചാ വിഷയമാകുന്നതും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നതും. ഇപ്പോഴിതാ വീണ്ടും ഒരു പ്രസംഗം വൈറലാവുകയാണ്. ഈ പ്രസംഗത്തിൽ പാണ്ഡ്യാല ഷാജിയെ കുറിച്ച് പറയുന്നുണ്ട്. പാണ്ഡ്യാല ഷാജിയുടെ അച്ഛൻ ആരായിരുന്നുവെന്നും പിണറായിക്ക് അദ്ദേഹം ആരായിരുന്നു എന്നും ഒക്കെ കൃത്യമായി പറയുന്നു. എന്നിട്ടും പാണ്ഡ്യാല ഷാജിക്ക് പിണറായി വിജയൻ നൽകിയ സമ്മാനം എന്തായിരുന്നെന്ന് കൂടി പറയുന്നു. അപ്പോഴാണ് പിണറായി വിജയൻ എന്ന ദുഷ്ടനായ ഒരു മന്ത്രിയെ മനസ്സിലാക്കാൻ കഴിയുക. മാത്രമല്ല CPM എന്ന പാർട്ടി ചെയ്തു കൂട്ടുന്ന അക്രമങ്ങളും കൊലകളെയും കുറിച്ച് കൂടി അദ്ദേഹം ഇക്കാര്യത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം ഈ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, സഖാവിന്റെ മകളെ പ്രണയിച്ചതിന് പകരമായി നൽകിയത് വിഷം കൊടുത്ത് ആ പ്രണയിതാവിനെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. കൊലപ്പെടുത്തിയതിനൊപ്പം സഖാവിന്റെ മകൾ, ഈ പ്രണയിതാവ് മരിച്ചതോടുകൂടി സഖാവിന്റെ മകൾ ആത്മഹത്യ ചെയ്യുന്നു. തീ കൊളുത്തിയായിരുന്നു ആ മരണം. മാത്രമല്ല തുടർന്ന് ഈ കൊലപ്പെടുത്താൻ നിയോഗിച്ച സംഘത്തിലെ ആളുകളും കൊട്ടേഷൻ കൊടുക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊട്ടേഷൻ. ആരെ എപ്പോൾ എങ്ങനെ തീർക്കണമെന്നും കൂടെ നിന്നവരിൽ ഇനി ആരെ ജീവിക്കാൻ അനുവദിക്കരുത് എന്നുമൊക്കെ ചെസ് നമ്പർ ഇട്ട് വെക്കുകയാണ് CPM ചെയ്യുന്നത്. അതിന്റെ എല്ലാ കഥകളും ഈ പ്രസംഗത്തിലൂടെ ചുരുളഴിയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഈ തീപ്പൊരി പ്രസംഗം കേൾക്കേണ്ടത് തന്നെയാണ്. അതിൽ ഒരു നഷ്ടവും വരില്ല അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിലേക്ക്. തോറ്റ മുരളീധരൻ പറഞ്ഞു, എന്നെ സഹായിച്ചത് ലീഗാണ്. ജയിച്ച ഉണ്ണിത്താനല്ല, തോറ്റ മുരളീധരൻ പറഞ്ഞു എന്നെ സഹായിച്ചത് ലീഗാണ്. എന്നിട്ട് ഉണ്ണിത്താൻ പറയുന്നു, എല്ലാരും പറഞ്ഞു സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുതൽ എന്റെ പേര് വരെ പറഞ്ഞു മുരളീധരൻ. എനിക്ക് അതിന് യോഗ്യനായതുകൊണ്ടല്ല, ലീഗിലെ ഒരാൾ ചെയ്യുന്ന സേവനത്തെ എത്ര വിലമതിച്ചാണ് മറ്റുള്ളവർ കാണുന്നത്. CPM-കാരൻ ഈ ഘടക കക്ഷികൾ എന്നൊക്കെ പറയുന്ന പരസ്പര വിശ്വാസം ഉണ്ടല്ലോ, ലീഗ് അതിൽ മുഞ്ചുള്ള ഒരു സംഘടനയാണ്. നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. ഞങ്ങളത് സത്യസന്ധമായി പാലിക്കും. ഏറ്റവും അങ്ങേയറ്റം കോൺഗ്രസും ലീഗും തമ്മിൽ ഒരു ബോണ്ടുണ്ട്.
ഒരു ഒരു എന്താണ് വളരെ ഒരു ഇക്കോ ഫ്രണ്ട് ഒരു ഇക്കോ സിസ്റ്റം ഉണ്ട് ആ ബന്ധത്തിൽ. നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ പറയാറുണ്ട് പണ്ടൊക്കെ പാറങ്ങാടിയിലെ ലീഗുകാർ നമ്മൾ പറയില്ലേ വലിയ ആവേശം. ഇപ്പൊ കുറച്ചാ പറഞ്ഞത് എന്നെ സ്വീകരിക്കുമ്പോഴേ ഞാൻ കൂടുതൽ പിന്നെ ശംസുനോടൊക്കെ പറഞ്ഞു ഇറങ്ങിയാൽ ബുദ്ധിമുട്ടാണ്. കാരണം വേറെല്ലോടത്തെ പോലെ ആറങ്ങാടിക്കാരാണെങ്കിൽ ആവേശം കൂടുതലാണ്, ഈ മഴയത്ത് ചവിട്ടുറപ്പാണ്. അപ്പൊ ഞാൻ നോക്കിയിട്ടത് അപ്പൊ ആവേശാണ്. അണികള് എന്ന് പറയുന്നത് ഏത് പാർട്ടിയുടെയും കരുത്താണ്. പക്ഷേ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് അണികൾ എന്ന് പറഞ്ഞാൽ അത് CPM-ന്റെ അണികളാണ്. കാര്യം എന്താണ്? നേതാക്കന്മാർ എന്ത് തോന്നിയാസം ചെയ്താലും അത് അപ്പടി അംഗീകരിക്കുന്ന ഒരു സാധു വിഭാഗം ഇതുപോലെ വേറല്ല എന്നാണ്. എന്നാൽ അങ്ങനെ പറഞ്ഞിരുന്ന അണികൾ മാറി തുടങ്ങി. മനു ഒരു അണിയാണ്. സഖാബെ സംസാരിക്കുന്നത് കണ്ണൂരിൽ നിന്ന്, എന്റെ കോട്ടയിൽ നിന്നാണ്. മനു പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു, തീരുന്നില്ല. പോരാളി ഷാജി എന്താ പറഞ്ഞെന്നറിയോ? പോയിട്ട് അധ്വാനിച്ച് ജീവിക്കണം എന്നാ CPM-മാരോട് പറഞ്ഞത്. പോയി അധ്വാനിച്ച് തിന്നടാ. അതിനേക്കാൾ വലിയ വർത്താനുണ്ടോ? പോരാളി ഷാജി നിങ്ങളെ ചീത്ത വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പാണ്ഡ്യാല ഷാജി എന്ന് പറയുന്ന ഒരാളുണ്ട്, ഒരു വിദ്വാൻ കണ്ണൂരില്. പിണറായി വിജയന്റെ അയൽവാസിയാണ്. അയാളെ ചവിട്ടി അടിക്കാത്തയും കുത്താത്തയും വേദനിപ്പിക്കാത്തയും സ്ഥലമില്ല. എത്ര മാരകമായിട്ടാണ് അയാൾ ആക്രമിച്ചതെന്നറിയോ നിങ്ങള്? ഈ പാണ്ഡ്യാല ഷാജിയുടെ അച്ഛനാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകനെ കണ്ടെത്തി അയാളെ പഞ്ചായത്ത് പ്രസിഡന്റാക്കി പിന്നെ MLA ആക്കി വളർത്തിക്കൊണ്ടുവരുന്നത്. അപ്പൊ ഷാജി അടി കൊള്ളേണ്ട കേസാണ്. ശരിക്കും നാട്ടുകാരാണ് കൊടുക്കേണ്ടത്, പക്ഷെ കൊടുത്തത് പിണറായിന്റെ ആൾ തന്നെയാണ്. അപ്പൊ പാണ്ഡ്യാല ഷാജി പരസ്യമായി TV-യിൽ വന്നിരുന്ന് പിണറായി വിജയനെ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കണ്ടോ, കണ്ണൂരില് ബോംബ് സ്ഫോടനം നടന്ന സ്ഥലത്ത് ഒരു സ്ത്രീ അവര് പറയുന്ന ഒരു വാക്ക് സത്യത്തിൽ ഉള്ളിൽ തട്ടിയിട്ടുണ്ട്. ആ പെൺകുട്ടി പറയാണ്, ഞങ്ങളുടെ മക്കൾക്ക് ഇറങ്ങി നടക്കാൻ വയ്യ, നിറയെ ബോംബാണെന്ന് പറയും. അമ്മ പാവം ബാക്കെന്ന് വിളിക്കും. ആ കുട്ടി അമ്മയെ തടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാം, അമ്മേ മടുത്തു, ഇനി പറയാതിരിക്കാൻ വയ്യ. എടോ CPM-കാരാ, മടുത്തു ആളുകൾക്ക്. നിങ്ങളുടെ വലിയ അണികൾ എന്ന് പറഞ്ഞ് എന്ത് തോന്നിവാസത്തിനും പാർട്ടിയുടെ കൂടെ നിന്നിരുന്നവർ അടക്കം മാറുകയാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ പ്രതിക്രിയയല്ല. കണ്ണൂർ പാർട്ടി എന്ന് പറയുന്ന പേരിൽ പിണറായി വിജയൻ കൊണ്ടു നടന്ന അധോലോക സംഘം തകരുകയാണ്. അതിന്റെ സൂചനകളാണ്. ഇത് ചെറിയ സൂചനയല്ല. കണ്ണൂർ പാർട്ടി എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ അല്ല, ഒരു മാഫിയ സംഘമാണ്, ഒരു കൊലയാളി സംഘമാണ്, ഒരു അധോലോക സംഘമാണ്. അവരെ എല്ലാ തരത്തിലും ഉപയോഗിക്കും. അതിന്റെ ഓണർ എന്ന് പറയുന്നത് പിണറായി വിജയനായിരുന്നു. പിണറായി വിജയന്റെ കീഴിലുള്ള ഈ കണ്ണൂർ പാർട്ടി എന്ന് പറയുന്ന അധോലോക സംഘം അവസാനിക്കുകയാണ്. ഏതെല്ലാം കൊലകൾ! ഞാൻ കണ്ണൂരിലെ MSF കാലം മുതൽ കണ്ണൂരിലുള്ള എന്റെ എക്സ്പീരിയൻസ് മാത്രമല്ല, 10 കൊല്ലം MLA ആയി, പിന്നെ അവിടെ കണ്ടസ്റ്റ് ചെയ്ത് അവിടെ തോറ്റ ഒരു ജനപ്രതിനിധി എന്ന നിലക്ക് ഇപ്പോഴും ബന്ധപ്പെടുന്നു കണ്ണൂരില്. ആ കണ്ണൂരിനെ എനിക്കറിയാം. ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ കാസർഗോഡിലെ ആറങ്ങാടിയിൽ നിന്ന് കാണുന്ന ഒരു ഷുക്കൂർ പദവും ചന്ദ്രശേഖരൻ പദവും അല്ല. കണ്ണൂരിലെ പാർട്ടി അവർക്കെതിരെ വരുന്നവരെ ഏറ്റവും ശക്തമായി നിശബ്ദമാക്കുന്ന ഒരുപാട് കൊലപാതകങ്ങൾ നടത്തുന്നു എന്ന് മാത്രമല്ല, BJP-കാരനും RSS-കാരനും കൊന്നു എന്ന് പറയുന്ന ഇവർ കൊല്ലാകൊല്ലം ആഘോഷിക്കുന്ന രക്തസാക്ഷികളിൽ പലരും ഇവർ തന്നെയുള്ള വൈരങ്ങളുടെ പേരിൽ കൊല്ലപ്പെട്ടതാണെന്ന് വരെ കണ്ണൂരിൽ സംശയിക്കുന്നുണ്ട്. ഏതെല്ലാം തരത്തിലുള്ള കൊലപാതകങ്ങൾ പരസ്പരം തല്ലി. നിങ്ങള് സഖാവ് പിണറായി വിജയന് കണ്ണൂരിലെ ഒരു മുതിർന്ന CPM നേതാവിന്റെ മകനോട് പറഞ്ഞതായുള്ള ഒരു വാചകം CPM-ന്റെ ഈ അടുത്ത് ഒരു CPM-കാരൻ പറയുന്നുണ്ട്. എന്താ പറയണത് അറിയോ? ഈ നേതാവിന്റെ മകൻ ഒരു റബൽ ലൈനിൽ നീങ്ങുകയാണ്. പിണറായി വിജയൻ പറഞ്ഞു, തല്ലി കയ്യും കാലും ഒടിച്ചിട്ട് RSS-ന്റെ കണക്കിൽ എഴുതി കളയും. തല്ലി കയ്യും കാലും ഒടിച്ചിട്ട് RSS-ന്റെ കണക്കിൽ എഴുതി കളയും. അത് ചെയ്തിട്ടുണ്ട്. സ്വന്തം പാർട്ടിയിലെ അണികളെ ആളെ വിട്ട് തല്ലുകയും കൊല്ലുകയും ഇല്ലാതെയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് കണ്ണൂരിൽ സ്വാഭാവികമാണ്. എനിക്ക് അഭിമാനമുള്ള ഒരു കാര്യമുണ്ട്. മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകനായി നിൽക്കുന്ന സമയത്ത്, അന്നാണ് ഷുക്കൂർ കൊലപാതക കേസ്. ഞാൻ കണ്ണൂരില് MLA ആയി വരുന്ന സമയത്താണ് ഷുക്കൂർ കൊല്ലപ്പെടുന്നത്. പിന്നീട് ചന്ദ്രശേഖർ കൊലപാതകം വന്നു.
ആ സമയത്ത് മുസ്ലിം ലീഗ്, യൂത്ത് ലീഗ് ഉയർത്തിയ ഒരു ക്യാമ്പയിനുണ്ട്. എന്താണെന്നറിയോ? കൊന്നവനല്ല കൊല്ലിച്ചവൻ, അവനെ പിടിക്കണം. ആരാ കൊന്നവന്? കൊന്നവൻ ഷാഫിയാണ്, കൊന്നവൻ വേറെ കുറച്ച് ആളുകളാണ്. അവരാരായത്? അവരെ വിളിക്കും, അവർക്ക് പൈസ കൊടുക്കും, അവരാളെ കൊല്ലും, അവർ പിടിക്കപ്പെട്ടാൽ ജയിലിൽ പോകും, അവരുടെ കുടുംബത്തെ നോക്കും, അവർക്ക് പരോള വാങ്ങിക്കൊടുക്കും. പക്ഷെ ഇതാരാ ചെയ്യുന്നത്? കൊല്ലാൻ പറഞ്ഞു വിടുന്നവരാരാണ്? നിങ്ങൾ ഒരുത്തന്റെ കയ്യിൽ പോയിട്ട് നീ അവനെ പോയി വെട്ട് എന്ന് പറഞ്ഞ് നിന്റെ കയ്യിൽ ഒരു കത്തി വെച്ച് തരുന്നത് പോലെ ഒരു ടൂൾ മാത്രമാണ് ഇവരുടെ ഈ പറയുന്നവർ. അതുകൊണ്ട് കൊന്നവനെയല്ല. നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഷുക്കൂർ കേസിൽ പി ജയരാജൻ 2 മാസക്കാലത്തോളം ജയിലിന്റെ ഇരുട്ടറയിൽ കയറി നിൽക്കേണ്ടി വന്നത് ആ സമരത്തിന്റെ ഭാഗമാണ്. കുഞ്ഞനന്ദൻ പിടിക്കപ്പെട്ട കാര്യമാണ്. കുഞ്ഞനന്ദൻ കൊല്ലാൻ പോയിട്ടില്ലല്ലോ. കൊല്ലാനുള്ളവർക്ക് കൊട്ടേഷൻ കൊടുത്തത് കുഞ്ഞനന്ദനാണ്. മോഹനൻ മാഷ് ജയിലിലേക്ക് കയറുന്ന വഴിയിൽ രക്ഷപ്പെട്ടയാളാണ്. മോഹനൻ മാഷിൽ അവസാനിക്കാൻ പാടില്ലായിരുന്നു. ആ അന്വേഷണം പിന്നെയും മുകളിലേക്ക് പോകണം, പക്ഷെ പോയില്ല. TP വധക്കേസ് എവിടെയോ തട്ടി TP വധക്കേസ് നിന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൊന്നവനല്ല കൊല്ലിച്ചവൻ. ഈ കൊന്നവനല്ല കൊല്ലിച്ചവനെ പിടിക്കണം എന്ന മുദ്രാവാക്യമാണ് കണ്ണൂരിൽ സ്വാഭാവികമായി ഈ അറും കൊലകൾ അവസാനിക്കാനുള്ള ചെറിയ കാരണമായി വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോ സംഭവിക്കുന്നത് എന്താണ്? മനു പറഞ്ഞു. ആകെ ഞാനൊക്കെ പ്രസംഗിക്കുമ്പോ ഞാൻ പറയാറുണ്ട് പി ജയരാജൻ എന്ന് പറയാറ്. എന്ന് വെച്ചാല് അയാൾ അഴിമതിക്കാരനല്ല. പിണറായി വിജയന്റെ മകനെ പോലെ മക്കളെ വെച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്ന നേതൃത്വം അല്ല. അയാൾ ഒരു പാർട്ടി ഓറിയന്റഡായ ആളാണ് എന്ന് പറയുമായിരുന്നു. മനു എന്താ പറഞ്ഞതെന്നറിയോ? മനു പറഞ്ഞത് ലീഗാരെ അതും പ്രതീക്ഷ വെക്കണ്ട, കമ്മ്യൂണിസ്റ്റുകാരാ ആ പ്രതീക്ഷയും വെക്കണ്ട. ഇയാൾ അധോലോകത്തെ വെച്ചുണ്ടാക്കുന്ന കാശുണ്ട്. ഇത് ചെറുതല്ല. ഇത് കണ്ണൂരിൽ മാത്രം സംഭവിക്കുന്ന ഒരു പരിണാമമല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സായുധ രാഷ്ട്രീയം കളിച്ചു നടന്ന പലരും പിന്നീട് ഈ അധോലോക സംഘങ്ങളെ മാഫിയ സംഘങ്ങളാക്കി മാറ്റിയ ചരിത്രമുണ്ട്. അല്ലെങ്കിൽ എങ്ങനെയാണ് ആകാശ് തില്ലങ്കേരി എന്ന് പറയുന്ന പാർട്ടി ക്രിമിനൽ സ്വർണ്ണക്കടത്തുകാരന്റെ കയ്യിൽ നിന്ന് സ്വർണം അടിച്ചു മാറ്റുന്ന എലനക്കിപ്പട്ടിയുടെ ചിറുനക്കിപ്പട്ടിയായത്? അത് രണ്ടാമത്തെ പണിയാണ്. എങ്ങനെ സ്വർണം എയർപോർട്ടിൽ കടത്തുക? അതൊരു മോശപ്പെട്ട പണിയല്ലേ? കുറ്റകരമായ പണിയല്ലേ? ആ പണിയുമായി അവൻ സ്വർണം കൊണ്ടുപോകുമ്പോ കടത്തിയോനെ കടത്തിയിട്ട് സ്വർണം അടിച്ചു മാറ്റുക. അതിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നത് ആകാശ് തില്ലങ്കേരിയാണ്. കണ്ണൂരിലെ സെൻട്രൽ ജയിലിൽ നിന്നിട്ടാണ് ഈ പറയുന്ന ഷാഫി കേരളത്തിലെ പല കൊട്ടേഷനുകളും ഏറ്റെടുത്തത് എന്ന് പലതവണ പത്രങ്ങളിൽ വന്നു. നിങ്ങൾ മനസ്സിലാക്കണം. ഈ എന്താണ് ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഷാജർ എന്ന് പറയുന്ന മനു പറയുന്ന ഒരു കാര്യമുണ്ട്. ഷാജർ എന്ന് പറയുന്ന DYFIയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി, കണ്ണൂർ ജില്ലാ CPMന്റെ കമ്മിറ്റി മെമ്പർ ഷാജർ സ്വർണം കടത്തുകാരന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നത് ലീഗല്ല, പറയുന്നത് ഈ പറയുന്ന അതേ ആളാണ്. എന്നിട്ട് ആകാശ് തില്ലങ്കേരിക്കെതിരെ ഈ മനു ഇവിടെ DYFI 2 പ്രകടനം നടത്തി, 2 വാഹനജാഥ കണ്ണൂരിൽ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ മനു DYFIയുടെ ജില്ലാ പ്രസിഡന്റ് കൂത്തുപറമ്പിൽ പ്രസംഗിക്കുമ്പോ മൈക്ക് ഓഫ് ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ അത്രമേൽ അപകടകരമായ ഈ മാഫിയ സംഘത്തെ തടുക്കാൻ കഴിയാത്ത വണ്ണം ഞാൻ ഇവിടുത്തെ സുഹൃത്തുക്കളോട് പറയട്ടെ. ഈ മലയാള സിനിമയിൽ ഒരു സിനിമ വന്നിരുന്നു. നിങ്ങൾ ഒരു പക്ഷേ പലതരത്തിൽ ഈ സിനിമയുടെ ഒക്കെ പിറകിൽ നിൽക്കുന്ന LDF-കാർ മനഃപൂർവ്വം മറന്നിട്ടുള്ള ഒരു സിനിമയുണ്ട്. ചാവേർ എന്ന് പറയുന്ന സിനിമയാണ്. അത് ചരിത്രബോധമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സിനിമ എന്ന നിലക്കല്ല, ആ സിനിമ പറ്റുമെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. ചാവേർ, ആ സിനിമയുടെ ഇതിവൃത്തം കണ്ണൂരാണ്. കണ്ണൂരിലെ കൊലപാതകമാണ്. കണ്ണൂരിനെ മാത്രം അതിൽ ഒരാളുണ്ട്. ഞാൻ അത് വല്ലാതെ പറയാൻ ശ്രമിക്കല്ല. കുഞ്ഞനന്ദന്റെ വിഷയം ഞാൻ പറഞ്ഞു. അവിടെ തീരല്ല. എനിക്കെതിരെ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയുണ്ട്. അയാള് TV-യിലൊക്കെ വന്ന് പ്രസംഗിക്കുന്നത് ഞാൻ കേൾക്കാറുണ്ട്. എമ്മാതിരി വർത്തമാനമാണ്. എന്തൊക്കെ പറയാ ഞങ്ങള്? ജെൻഡർ ന്യൂട്രാലിറ്റി, ജാതിരഹിതമായ മനുഷ്യ സമൂഹം. ഇയാളുടെ മകളെ ജാതിയിൽ താഴ്ന്ന ഒരുത്തൻ പ്രേമിച്ചു.
അവന്റെ പേര് എന്താ അറിയോ നിങ്ങള്? കണ്ണൂരിലുള്ള ഈ സുഹൃത്ത്, അവന്റെ പേര് കണ്ണൂരിലെ എന്താണ്, കണ്ണൂരിൽ തന്നെ, കണ്ണൂരിലെ പിന്നെ ഈ ചാൽ ഭാഗത്തുള്ള ഈ സുഹൃത്ത്, കണ്ണൂരിൽ മത്സരിക്കുന്ന മീൻകുന്ന് ഭാഗത്തുള്ള ഈ സുഹൃത്ത് കണ്ണൂരിൽ നിന്ന് പിന്നെ അവന്റെ പേര് സന്ദീപ്. ഈ സന്ദീപാണ് ഈ പറയുന്ന CPM നേതാവിന്റെ മകളെ പ്രേമിക്കുന്നത്. ഇയാൾക്ക് ഇഷ്ടായില്ല. എന്നിട്ട് രണ്ടുപേരെ ഇയാൾ ഹയർ ചെയ്തിട്ട് ഇവനെ കള്ളുകുടിയനാക്കി മാറ്റാൻ ശ്രമം നടത്തി. ഇവൻ നിരന്തരമായി കള്ളു കുടിക്കുന്നു. അതിനിടയില് ധനേഷ് എന്ന് പറയുന്ന ഒരു CPM-കാരൻ കൊല്ലപ്പെടുന്നു. എവിടെയാണ്? മീൻകുന്ന് ഭാഗത്ത്. എന്റെ മണ്ഡലാണ്, ഞാൻ കാണാറുണ്ട്. അവിടെ ഇപ്പോഴും ആ പ്രതിഭയുണ്ട്. ഈ ധനേഷിനെ കൊന്നത് RSS എന്നാണ് ഭാഷ്യം. പക്ഷേ സന്ദീപുമായുള്ള ആത്മബന്ധമാണെന്ന വേറെ വർത്തമാനവും ഉണ്ട്. എന്നാൽ ഈ സന്ദീപിനെ കള്ളു കൊടുത്ത് ഒരു ദിവസം കള്ളിൽ വിഷം വന്ന് സന്ദീപ് മരിച്ചു. കള്ളിൽ വിഷം കൊടുത്ത് സന്ദീപിന്റെ ബോഡി രാവിലെ 10 മണിക്ക് അയാളുടെ വീട്ടിൽ നിന്ന് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമം തുടങ്ങുമ്പോ നിങ്ങൾ മനസ്സിലാക്കണം, പോസ്റ്റ്മോർട്ടമല്ല, പോലീസ് അന്വേഷണമല്ല, കൊണ്ടുപോകാൻ നോക്കുമ്പോ ഈ പറഞ്ഞ പെൺകുട്ടി സ്വന്തം കൈയും കാലും എങ്ങനെയോ കസേരയിൽ കെട്ടിയിട്ട് ദേഹത്ത് തീ കൊളുത്തി മരിച്ചതായി കണ്ടു. അവളും മരിച്ചു. ഒരു ദിവസം രാവിലെ 10 മണിക്കാണ് ഈ നേതാവിന്റെ മകള് മരിക്കുന്നത്. ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഈ നേതാവിന്റെ മകളെ പ്രേമിച്ച സന്ദീപിന് കള്ളു കൊടുത്ത് കൊല്ലാൻ വേണ്ടി പറഞ്ഞു വിട്ട രണ്ടുപേര് കൊല്ലാൻ വേറെ ആൾക്ക് കൊട്ടേഷൻ കൊടുത്തു. തലമുതിർന്ന കണ്ണൂരിലെ CPM-ന്റെ നേതാവ്. ഞാൻ അവിടെ 10 കൊല്ലം MLA ആളാണ്. ഈ പറയുന്നത് മുമ്പ് 2 ചാനൽ സ്പീക്കർ എന്നിട്ട് റെക്കോർഡ് ചെയ്യാണ്. ആൺകുട്ടികളാണെങ്കിൽ എന്റെ പേരിൽ ഒരു കേസ് കൊടുക്ക്. ബാക്കി ഞാൻ പറഞ്ഞുതരാം. കണ്ണൂരിലെ കുഞ്ഞനന്തന്റെ വിഷയം ഞാൻ പറഞ്ഞപ്പോ പറഞ്ഞ ഞങ്ങള് കേസ് കൊടുക്കും, ഷാജിനെ നേരിടും. ബലിയർച്ച കേസ് എന്ന് കേട്ട ഷാജി ബേജാറായി വീണു. എനിക്ക് കേസാണ്, 10-14 കേസുണ്ട്, ഇത്ര കേസായിക്കല് കൊടുക്കട്ടെ ഞാൻ. പക്ഷെ ഗോവിന്ദ, ഇതുവരെ കേസ് വന്നില്ലല്ലോ. എന്താ കേസ് വരാത്തത്? എന്താ കേസ് കൊടുക്കാത്തത്? കുഞ്ഞനന്തന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞ് കേസില്ല. എന്നാൽ ഇതാ ഞാൻ വീണ്ടും പറയുന്നു, കണ്ണൂർ ജില്ലയിലെ CPM നേതാവിന്റെ കുടുംബാനുബന്ധമായി നടന്ന കൊലപാതക പരമ്പരയുണ്ട്. അതെങ്ങനെയെന്ന് നിങ്ങളൊന്ന് പറയൂ. ഇതാണ് കണ്ണൂരിലെ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അടിസ്ഥാനപരമായ ഒരു സായുധ സംഘം. പലരും പറയുന്നുണ്ട് CPM പോയാൽ ഒരു തേങ്ങയില്ല. ഞങ്ങളോട് പറയട്ടെ, അത് നശിച്ചു പോകേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇടതുപക്ഷം കേരളത്തിൽ ഇല്ലാണ്ടാവുന്നില്ല. രാഷ്ട്രീയ സംവാദത്തിന് തയ്യാറുള്ള, നമുക്ക് വിയോജിപ്പുണ്ടെങ്കിലും രാഷ്ട്രീയം പറയുന്ന നിരവധി സംഘടനകൾ CPI അടക്കം കേരളത്തിലുണ്ട്. RMP ഉണ്ട്, CMP ഉണ്ട്, എത്ര സംഘടനകളുണ്ട്, RSP ഉണ്ട്, ഇല്ലേ? ഇടതുപക്ഷം എല്ലാവരും കൂടി ഒന്നായിക്കോട്ടെ, അവരെല്ലാരും കൂടി വന്ന് ലീഗിനെ എതിർത്തോട്ടെ. പക്ഷെ അത് രാഷ്ട്രീയമാണ്. ഇത് കുറച്ച് കള്ളന്മാർക്ക് കൊല്ലാനും തള്ളാനും കക്കാനുമുള്ള ഒരു പാർട്ടിയായിട്ട് എന്തിനാ അവിടെ വെക്കുന്നത്? ഒരു പാർട്ടിയെ അത് നശിച്ചു നാറാണക്ക. ഇന്നത്തെ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി പറഞ്ഞ വർത്താനങ്ങൾ കേട്ടോ. ഈ തെരഞ്ഞെടുപ്പിൽ CPM-ന് തോൽവി ഉണ്ടാകാൻ കാരണം കോൺഗ്രസിന്റെ മുന്നണിയിൽ ദേശീയ തലത്തിൽ മത്സരിച്ചതാണ്. എന്തൊരു ഉളുപ്പില്ലാത്ത പാർട്ടിയാണോ. ഞാൻ ഈ കാഞ്ഞങ്ങാട് കഴിഞ്ഞതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ വന്ന് പ്രസംഗിച്ചു. ഞാൻ പറഞ്ഞു, കേറുന്നുണ്ടെങ്കിൽ കേറി. രാഹുലിന്റെ വണ്ടി അവസാനത്തെ വണ്ടിയാണ്, ലാസ്റ്റ് ബസ്സാണ്. 5 കൊല്ലം CPM-മാർ ഇഞ്ചി എന്ന് പറഞ്ഞ് കളിയാക്കിയ പോലെ എന്നെ കളിയാക്കി കൊണ്ടിരുന്ന കാര്യം എന്താ? ലാസ്റ്റ് ബസ് വന്നോ? ലാസ്റ്റ് ബസ് പോയോ? എടോ CPM-കാരാ, ആ ലാസ്റ്റ് ബസ് കയറിയോണ്ടാടുന്ന എന്റെ ചിഹ്നപ്പ എലിപ്പട്ടിയാവാതെ നിൽക്കണമെങ്കിലും മനസ്സിലായിക്കോ. ആ ലാസ്റ്റ് ബസ്സിൽ കയറിയോണ്ടാണ് ആ ചിഹ്ന എലിപ്പട്ടി ആവാണ്ട്, ബാലം പറഞ്ഞ കോഴിക്കൂട് ആവാണ്ട് ഇപ്പോഴും അരിവാൾ ചുറ്റിക നക്ഷത്രമായിട്ട് നിൽക്കുന്നത്. എവിടെയാണോ നിങ്ങൾ ജയിച്ചത്? കേരളത്തിൽ മാത്രം അല്ലേ? തമിഴ്നാട്ടിലെ ലീഗിന്റെയും DMK-യും കോൺഗ്രസിന്റെയും വോട്ടുണ്ടാ 2 MP-മാര്. മറ്റൊരു സ്ഥലത്ത് അറിയോ, രാജസ്ഥാനില് കോൺഗ്രസ് 2.5 ലക്ഷം വോട്ട് ഭൂരിപക്ഷം കിട്ടുന്ന മണ്ഡലം എന്റെ CPM-ന് തന്നിട്ടാണ് ഒരു പാർട്ടിയെ രക്ഷിച്ചത്. എന്നിട്ട് ഉളുപ്പില്ലാണ്ട് പറയാണ് കേന്ദ്ര നേതൃത്വം തള്ളി. അതൊന്നും ശരിയല്ല അറിഞ്ഞു. എന്നുവെച്ചാല് കോൺഗ്രസിന്റെ എപ്പോഴാണോ നിങ്ങൾക്ക് നേരം വിളിക്കുക? ഞങ്ങള് രാഷ്ട്രീയ ബോധത്തിൽ തന്നെയാണ് നിൽക്കുന്നത്.
കോൺഗ്രസിനെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയാം? നാളെ കോൺഗ്രസിനോട് വിയോജിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ്, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. അല്ലാതെ കോൺഗ്രസിനെ അടിമപ്പണിയെടുക്കാനൊന്നുമല്ല. അങ്ങനെ ലീഗ് ചെയ്തിട്ടില്ല. അറിയോ നിങ്ങൾക്ക്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ മുമ്പിൽ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. ഈ രാജ്യത്തെ അടിസ്ഥാനപരമായി രക്ഷിച്ചെടുക്കാനുള്ള പ്രയാണത്തിന്റെ കൂടെ നിൽക്കാനാണ് കോൺഗ്രസിന്റെ കൂടെ നിൽക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ട് സഖാവേ, ഇത് അവസാനത്തെ വണ്ടിയാണ്. പക്ഷെ എന്റെ വണ്ടി ഒരു വണ്ടിയിലേക്കും കയറ്റാൻ പറ്റുന്ന കോലത്തിലല്ല. അത് ഗുജറിയിൽ ഏൽപ്പിക്കാനായിട്ടുണ്ട്. അത് പാർട്സ് ആക്കി വിറ്റാളി, അത് വിറ്റാളി ഇനി ഓടൂല. മനസ്സിലായോ നിങ്ങൾക്ക്? അതുകൊണ്ട് ഈ പ്രയാണത്തിൽ മുന്നോട്ട് പോകാനുള്ള കരുത്താവട്ടെ, അതിന് നിങ്ങളുടെ ഓഫീസ് ഘടകമാവട്ടെ. അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.